1201 ആണ്ട് മിഥുന മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. 15/6/2026 മുതൽ 16/7/2026 വരെയുള്ള ഒരു മാസ കാലയളവിലെ പ്രവചനങ്ങളാണ്. ധനുക്കൂറിൽ ജനിച്ചവരുടെ ഫലങ്ങളാണ് പറയുന്നത്. മൂലം നക്ഷത്രവും പൂരാടം നക്ഷത്രവും ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗവും ചേർന്നതാണ് ധനുക്കൂർ എന്ന് പറയുന്നത്. ധനപരമായി വളരെ സമൃദ്ധി ഉണ്ടാകുന്ന ഒരു സമയമാണ്. കൂടാതെ കുടുംബസൗഖ്യം ലഭിക്കുന്നു. സംരംഭങ്ങൾക്ക് അംഗീകാരം, ലൈസൻസൊക്കെ ലഭിക്കാനുള്ള ഒരു സാധ്യതയുള്ള ഒരു മാസമാണ്. ശ്രമിച്ചാൽ അതെല്ലാം നിങ്ങളൊരു സംരംഭകനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പം ശ്രമിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. മനോദുഃഖങ്ങൾ മാറിക്കിട്ടും. ദമ്പതിമാർ തമ്മിലുള്ള വഴക്കും ബഹളങ്ങളൊക്കെ മാറി അവർ പിരിയാനിരുന്നവരാണെങ്കിൽ അവർ ഒരുമിച്ച് വരുവാൻ സാധിക്കുന്നു. ധനനഷ്ടം ഉണ്ടായിരുന്നത് മാറിക്കിട്ടുന്നു. ദേഷ്യവും കോപവും ഒക്കെ ഉള്ളതും മാറിക്കിട്ടുന്നു. പുതിയ വീട്ടിലേക്ക് വേണ്ടുന്ന ഉപകരണങ്ങളെല്ലാം വാങ്ങുന്നതിന് വേണ്ടി സാധിക്കുന്നു. കുടുംബ വസ്തുവിൻ്റെ അതിൻ്റെ ഭാഗം വെച്ച് ഒരു വിഹിതം ലഭിക്കുന്നതിന്, അത് വസ്തുവായിട്ടോ പണമായിട്ടോ അല്ലെങ്കിൽ സ്ഥലമായിട്ടോ വീടായിട്ടോ ഒക്കെ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. റിമാൻഡിൽ ആരെങ്കിലും ഈ ഇതിൽ ധനുക്കൂറിലുള്ളവർ കഴിയുന്നെങ്കിൽ അവർക്ക് ജാമ്യം കിട്ടാനൊരു സാധ്യത കാണുന്നുണ്ട്. രോഗങ്ങളും പ്രയാസങ്ങളെല്ലാം മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. ഏതു കാര്യത്തിലും തടസ്സമില്ലാതെ നടന്നു പോകണം. മുമ്പൊക്കെ ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ പല രീതിയിലും തടസ്സം വരാം, അതെല്ലാം മാറിക്കിട്ടുന്നു. ശത്രുക്കളുടെയും അസൂയാലുക്കളുടെയും ശല്യം കുറയുന്നു. പല സമ്മാനങ്ങളും ആദരവുകളൊക്കെ ലഭിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ ചിലപ്പോൾ മോശഫലങ്ങളും ലഭ്യമായേക്കാം. ഉപാസനകൾക്ക് ഭംഗം വരുവാൻ സാധ്യതയുണ്ട്. അതായത് പ്രാർത്ഥനകളും പൂജകളൊക്കെ മുടങ്ങുവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് മുടക്കരുത്. അച്ഛനും അമ്മയ്ക്കും ചില കഷ്ടപ്പാടുകൾ വന്നേക്കാം. കാരണവന്മാരുടെ വിയോഗം കാണുന്നുണ്ട് ഈ സമയത്ത്. സൂര്യനും ചന്ദ്രനും ബുധനും ഒരു രാശിയിൽ സംക്രമിക്കുന്നതിനാൽ ഈ യോഗത്തെ ബുധാധിപത്യ യോഗം എന്ന് പറയുന്നു. മനസ്സും ബുദ്ധിയും സംയോജനം ഉണ്ടാകുന്ന ഒരു സമയമാണ്. ബുദ്ധി നേർവഴിക്ക് വരികയും അതായത് നല്ലതും ചീത്തയും അല്ലെങ്കിൽ നന്മയും തിന്മയും പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ബിസിനസ്സിലേക്ക് പുതിയ അറിവുമായി ബന്ധപ്പെട്ട മേഖലകളിലേക്ക് കൂടുതൽ പഠിക്കുന്നതിനും അതിൽ പ്രവേശിക്കുന്നതിനും സാധിക്കുന്നു. എഞ്ചിനീയറിങ്, അധ്യാപനം, സാഹിത്യം ഇവ വലിയ ഒരു വിജയത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള ഒരു സമയമാണ്. സൂര്യൻ്റെ അടുത്ത് ചന്ദ്രൻ നിൽക്കുമ്പോൾ അമാവാസി യോഗം ഉണ്ടാകുന്നു. ഇത് മാനസിക പിരിമുറുക്കം ഉണ്ടാക്കുന്ന ഒരു സമയമാണ്. എന്ന് പറഞ്ഞാൽ ആശയക്കുഴപ്പം ഉണ്ടാക്കും, ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കും, ഒരു തക്കതായ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നേക്കാം. അതാണ് ഈ ഒരു യോഗത്തിൻ്റെ പ്രത്യേകത. ബിസിനസ്സിൽ ഇവർക്ക് മുൻഗണന ഇവർക്ക് ലഭിക്കുന്നു. ഏത് കാര്യവും നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത് വിജയിപ്പിക്കുവാൻ അവർക്ക് സാധിക്കുന്നു. മികച്ച നേതൃത്വ ഗുണം ഉണ്ടാകുന്നു. ഭാവിയെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു കാഴ്ചപ്പാടില്ലായിരുന്നത് മാറി ഭാവിയെക്കുറിച്ചൊരു ലക്ഷ്യവും എല്ലാം ഉണ്ടായി കിട്ടുന്നു. അതുപോലെ സമൂഹത്തിൽ ഉയർന്ന സ്ഥാനം ലഭിക്കുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. മാതാപിതാക്കളിലേക്കും ശക്തമായി മക്കൾക്ക് സ്വാധീനം ചെലുത്തുന്നു. തിരിച്ചും അതുപോലെ തന്നെ മക്കൾക്കും മാതാപിതാക്കളിലേക്ക് നല്ലൊരു സ്വാധീനം ചെലുത്തുവാൻ സാധിക്കുന്നു. കുട്ടികൾക്ക് വിദ്യാസമ്പന്നരായിട്ടുള്ള അറിവുകൾ ലഭിക്കുന്നു. നല്ല രീതിയിൽ അറിവും അവർക്ക് ലഭിക്കുന്ന ഒരു വിദ്യാഭ്യാസമായിരിക്കും അവർക്ക് ലഭിക്കുന്നത്. ഗുരു ശുക്ര സംഗമം പല ഗുണങ്ങളും ലഭ്യമാകും. സാഹിത്യകാരന്മാർക്കും മറ്റു കലാകാർക്കും സംഗീതജ്ഞന്മാർക്കും ഏറെ ഗുണങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ്. സാമ്പത്തിക നേട്ടം ധാരാളം ഉണ്ടാകും. നല്ല വ്യക്തിത്വം ഉണ്ടാകും. ഉദാരമനസ്കതയുണ്ടാകും. ചിലർക്ക് ഭൗതിക സുഖങ്ങളും ആത്മീയ സുഖങ്ങളും ഒന്നിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു. ബുധൻ, ഗുരു, ശുക്രൻ എന്നിവ ഒരു ഭാവത്തിൽ നിൽക്കുന്നതിനാൽ സരസ്വതി യോഗം ഭവിക്കുന്നു. അതുപോലെ ഏത് കാര്യവും പെട്ടെന്ന് ഗ്രഹിക്കുന്നതിനുള്ള ഒരു കഴിവുണ്ടാകുന്നു. ഉയർന്ന വിദ്യാഭ്യാസവും മികച്ച ആശയവിനിമയ ശേഷിയും ഉണ്ടാകുന്നു. മീഡിയയിൽ ജോലി ചെയ്യുന്നവർക്ക് അതായത് ഏത് വാർത്താവിനിമയ രംഗത്തായിരുന്നാലും അവർക്ക് ഏറെ ഗുണകരമായ ഒരു സമയമാണ്. കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും ഏറെ ഗുണങ്ങൾ ലഭിക്കുന്നു. ധനഭാഗ്യം, ധനം കിട്ടുന്നു. അത് എന്തിലൂടെ എന്ന് വെച്ചാൽ വിദ്യാഭ്യാസത്തിലൂടെ അറിവിലൂടെയും ധനം സമ്പാദിക്കാനായിട്ട് സാധിക്കുന്നു. ഇവിടെയും അവർക്ക് നല്ലൊരു കുടുംബ ജീവിതം ലഭ്യമാകുന്നു. ഭൗതികതയും ആത്മീയതയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിനും അവർക്ക് സാധ്യതയുണ്ട്. ഇനി ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളെ
അവരുടെ പ്രായത്തിനനുസരിച്ചാണ് പറയുന്നത്. ആദ്യം മൂലം നക്ഷത്രത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. 5 വയസ്സ് വരെയുള്ള മൂലം നക്ഷത്രക്കാർക്ക് പല രീതിയിലുള്ള രോഗങ്ങൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ചില മൂലം നക്ഷത്രക്കാരുടെ വീട്ടിൽ നിന്നും ചില മോഷണങ്ങൾ വഴി കുടുംബത്തിലെ വിലപ്പെട്ട പലതും നഷ്ടമാകുവാനുള്ള ഒരു സാധ്യതയുണ്ടതിനാൽ അത് സൂക്ഷിക്കുക. വീട്ടുകാരുടെ എടുത്തുചാടിയുള്ള ചില പ്രവൃത്തികൾ മൂലം വാക്കുതർക്കങ്ങളും വഴക്കുകളും ഉണ്ടാകുന്നു. അതുമൂലം ചില കഷ്ടതകൾ വരാൻ സാധ്യതയുണ്ട്. സ്വന്തം ഭവനത്തിൽ നിന്നും മാറി വേറെ വീട്ടിൽ താമസിക്കുന്നതിനും ഒരു യോഗം കാണുന്നുണ്ട്. അന്യദേശവാസം ചിലർക്ക് കാണുന്നുണ്ട്. എന്തൊക്കെ ആയാലും വിദ്യാഭ്യാസത്തിൽ ചേരാൻ സാധിക്കുകയും അത് തുടർന്ന് പോകാൻ സാധിക്കുകയും ചെയ്യുന്നു. 5 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള മൂലം നക്ഷത്രക്കാർക്ക് വിദ്യാഭ്യാസം തടസ്സമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി സാധിക്കുന്നു. കുടുംബത്തിൽ ധനവും മറ്റ് ഐശ്വര്യങ്ങളും എല്ലാം ലഭ്യമാകുന്ന ഒരു സമയമാണ്. വിദ്യാഭ്യാസ സംബന്ധമായി ഉയർച്ചയാണ് ഇവിടെ കാണുന്നത്. കുടുംബത്തിൽ ഒരു വാഹനം വാങ്ങുന്നതിനുള്ള യോഗം കാണുന്നുണ്ട്. ചില രോഗങ്ങൾ വന്നേക്കാം. അത് വിശേഷിച്ചും കണ്ണിലും വയറു സംബന്ധിച്ച ഒരു രോഗങ്ങളാണ് കാണുന്നത്. ഭൂമി വീട്ടുകാർക്ക് ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. കുറച്ച് സ്ഥലം നിങ്ങൾക്ക് ലഭിക്കുന്നതിനുള്ള ഒരു യോഗമുണ്ട്. വീട് ലഭിക്കുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ കൃഷിക്കാർക്ക് അത്ര മികച്ച ഒരു കാലമല്ല. ചില നഷ്ടങ്ങൾ ഉണ്ടാകുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇഷ്ടപ്പെട്ട വിദ്യാഭ്യാസം നേടുവാൻ മൂലം നക്ഷത്രക്കാർക്ക് ഈ സമയം സാധിക്കും. അതിൽ പ്രവേശിക്കുവാൻ സാധിക്കും. ചിലർക്ക് തൊഴിൽ ലഭിക്കുന്നതിനുള്ള സാധ്യതയും ഈ സമയം കാണുന്നുണ്ട്. ധനസമ്പാദനവും സാധ്യമാകുന്ന ഒരു സമയമാണ്. 25 വയസ്സ് മുതൽ 31 വയസ്സ് വരെയുള്ള കാലത്ത് ചില മൂലം നക്ഷത്രക്കാർക്ക് ഈ കാലം അത്ര ഒരു സുഖകരമല്ല. ചിലർക്കാണ്. അതുപോലെ ചിലവുകൾ ഉണ്ടാകുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതായത് സാമ്പത്തികപരമായ ഒരു അച്ചടക്കം ഇവിടെ നിങ്ങൾ പാലിക്കുന്നത് വളരെ നല്ലതായിരിക്കും. നിങ്ങൾ ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ മേലധികാരികളുടെ കോപത്തിന് ചിലപ്പോൾ ഇരയാകേണ്ടി വന്നേക്കാം. ആയതിനാൽ നിങ്ങളുടെ തൊട്ട് മുകളിലുള്ള അധികാരികൾ നിങ്ങളോട് അസൂയ ഉണ്ടാകാൻ ഒരു സാധ്യത ഉള്ളതിനാൽ അത് വളരെ ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ കോപം വരേണ്ട സാധ്യത ഉള്ളതിനാൽ അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ സമയം നിങ്ങൾ ആർക്കും ഒന്നും കടം കൊടുക്കരുത്. അത് ഈ സമയം ആരെങ്കിലും നിങ്ങളോട് കടം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ കൊടുക്കരുത്. അഥവാ അത്യാവശ്യമാണെങ്കിൽ ചെറിയൊരു തുക മാത്രമേ നിങ്ങൾ കൊടുക്കാവൂ. വലിയ തുക കൊടുത്താൽ അത് ഒരിക്കലും തിരിച്ചു കിട്ടുവാനായിട്ട് ഈ സമയം നിങ്ങൾക്ക് യോജിച്ചതല്ല. ചില രോഗങ്ങൾ ഉണ്ടാകാം. കൂടുതലും ജ്വരം, പനി മുതലായ ടൈഫോയിഡ് പോലെയുള്ളത്, അല്ലെങ്കിൽ മുറിവൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതൊന്ന് സൂക്ഷിച്ചാൽ മതി. 31 വയസ്സ് മുതൽ 41 വയസ്സ് വരെയുള്ള മൂലം നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ കാലങ്ങളിലെ സാമ്പത്തിക അച്ചടക്കം പാലിച്ച ആൾക്കാർക്ക് ഏറെ ഗുണങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ്. തൊഴിൽ മേഖല വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കി തരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതുപോലെ വ്യാപാര മേഖലയാണെങ്കിലും വളരെ ഗുണം തന്നെയാണ്. ബിസിനസ്സുകാർക്ക് വളരെ ഗുണം തന്നെയാണ്. ചിലർക്ക് വാഹനം വാങ്ങിക്കാനും ഒക്കെ ഉള്ള ഒരു യോഗവും കൂടി കാണുന്നുണ്ട്. അതുപോലെ വിവാഹം കഴിക്കാനും സന്താന ഭാഗ്യത്തിനും യോഗമുണ്ട്. ചില രോഗങ്ങൾ വരാം. അത് രക്തത്തിലെ മിനറൽസിൻ്റെ കുറവ് മൂലമുള്ള ചില രോഗങ്ങൾ വരുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. അതിൻ്റെ അതുപോലെ തന്നെ പാൻക്രിയാസിൻ്റെ ഒക്കെ പോലുള്ള കുറച്ച് പ്രയാസങ്ങൾ വരാൻ സാധ്യത ഉള്ളതിനാൽ അത് ശ്രദ്ധിച്ചാൽ മതിയാകും. ചിലർക്ക് ശത്രുക്കളുടെയും അസൂയാലുക്കളുടെയും ഒക്കെ ഒരു ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലർക്ക് തൊഴിലിൽ പ്രമോഷൻ ഈ സമയം ലഭിച്ചേക്കാം. ചിലർക്ക് പുതിയ വ്യാപാരം തുടങ്ങുന്നതിലേക്ക് വേണ്ടിയും പറ്റിയ ഒരു സമയമാണ്. സമ്പത്തും മറ്റ് ഐശ്വര്യങ്ങളും ലഭിക്കുവാൻ സാധ്യതയുള്ളതിനാൽ ആ ശ്രമങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കരുത്. ചില മൂലം നക്ഷത്രക്കാർക്ക് വിദേശ രാജ്യങ്ങളുമായി വ്യാപാരം നടത്തുന്നതിനുള്ള ഒരു ഭാഗ്യവും ലഭിക്കുന്നുണ്ട്. യോഗം കാണുന്നുണ്ട്. കൂടുതലും കയറ്റുമതിയാണ് കൂടുതലും കാണുന്നത്. 41 വയസ്സ് മുതൽ 47 വയസ്സ് വരെയുള്ള മൂലം നക്ഷത്രക്കാർക്ക് അവർക്കൊരു സർജറി ഇതിൽ ചിലർക്ക് വേണ്ടി വന്നേക്കാം. കൂടുതലും വയറു സംബന്ധിച്ച അവയവങ്ങളുടെ സർജറിയാണ് കാണുന്നത്. അപ്പൻഡിക്സ്, ഹെർണിയ, പൈൽസ് അങ്ങനെയൊക്കെ ഉള്ളൊരു സർജറിയാണ് കാണുന്നത്. ഈ സമയം സർക്കാരിൽ നിന്നും ചില ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്.
കേസുകൾ കോടതിയിൽ നടക്കുന്നുവെങ്കിൽ അതിലെ വിജയസാധ്യത കൂടുതലാണ്. ശത്രുക്കളെയും അസൂയാലുക്കളെയും കുറച്ചൊന്ന് കണ്ട് മനസ്സിലാക്കി അകറ്റി നിർത്തുന്നത് നല്ലതായിരിക്കും. ചില അസുഖങ്ങൾ നിസ്സാരമെങ്കിലും ചില സമയത്ത് അത് ഗുരുതരമാകാൻ സാധ്യതയുള്ളതിനാൽ ആരംഭത്തിലെ വൈദ്യസഹായം തേടുന്നത് വളരെ നല്ലതായിരിക്കും. എല്ലാവരോടും ഐക്യം കാണിക്കുന്നത് ഒരു നല്ലതാണ്. എന്നാൽ അത് ചിലരോട്, ഞാൻ നേരത്തെ പറഞ്ഞ ശത്രുക്കളോടും അസൂയാലുക്കളോടും ഐക്യം നടിക്കുന്നതായിട്ട് കാണിച്ചാൽ മാത്രം മതിയാകും. എന്നാൽ ചിലരോട് ഇടപെടുമ്പോൾ ഞാൻ മുൻ സൂചിച്ച പോലെ ഒരു വിവേചന ബുദ്ധി നല്ലതാണ്. പിന്നെ അതുപോലെ അവിചാരിതമായ ചില ആപത്തുകൾ വരാനുള്ള ഒരു സാധ്യതയുള്ളതിനാൽ അതെല്ലാം ഒന്ന് കരുതിയിരിക്കുക. 47 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള മൂലം നക്ഷത്രക്കാർക്ക് ഒരു ബുദ്ധിശൂന്യത വരുന്നതിനുള്ള ഒരു കാര്യമാണ്. എന്നാൽ വളരെയധികം ആലോചിച്ച് ഒരു തീരുമാനം എടുക്കുക. അത് നിങ്ങളെ കൊണ്ടൊരു തീരുമാനം എടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അനുഭവ സമ്പത്തും വിശ്വസ്തത ഉള്ളതുമായിട്ടുള്ളവരുടെ ആലോചിച്ച് ഒരു തീരുമാനം എടുത്തിട്ട് മാത്രമേ നിങ്ങളത് ഫൈനലൈസ് ചെയ്യാവൂ. അല്ലെങ്കിൽ അതൊരു ബുദ്ധിശൂന്യതയാകുന്ന ഒരു ടൈമാണ്. ആരോടും വാക്കുകൊണ്ട് പോലും ഒരു വാഗ്ദാനം നിങ്ങൾ കൊടുക്കരുത്. അത് നിങ്ങൾക്ക് വിനയായിത്തീരും. ആലോചിക്കാതെ എടുത്തുചാടി ഒരു ഇടപാടും, അതായത് വസ്തുവകകൾ ആണെങ്കിലും പണത്തിൻ്റെ ആണെങ്കിലും നിങ്ങൾ ഈ സമയം വളരെ ശ്രദ്ധിച്ച് നടത്തുക. വളരെ പരിശ്രമിച്ചാൽ നിങ്ങൾക്ക് സമാധാനവും ഒക്കെ നിലനിർത്തുന്നതിന് സാധിക്കുന്നു. അതുപോലെ ധനവും ധാരാളം സമ്പാദിക്കാൻ സാധിക്കുന്നു. കുടുംബത്തിലൊരു സുഖമുണ്ടാകുന്നു. ചിലർക്ക് അന്യദേശവാസം കാണുന്നുണ്ട്. ധാരാളം പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും അവിടെയുള്ള പുണ്യ നദികളിൽ സ്നാനം ചെയ്യുന്നതിനൊക്കെ ഒരു ഭാഗ്യമുണ്ട്. ശരീരത്തിന് ഒരു ബലക്ഷയം വന്നേക്കാം, അതായത് ബലത്തിനൊരു കുറവ് വരാം. ചിലർക്ക് പ്രമേഹത്തിൻ്റെ ഫലമായി പുണ്ണുകൾ വരുന്നതിന് ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. എന്നിരുന്നാലും ധനത്തിനും ഐശ്വര്യത്തിനും ഒരു കുറവ് ഈ മൂലനക്ഷത്രക്കാർക്ക് ഈ സമയം വരുന്നില്ല. 65 വയസ്സ് മുതൽ 81 വയസ്സും അതിന് മുകളിലോട്ടുള്ളവർക്കും നിക്ഷേപങ്ങളിൽ നിന്ന് ധാരാളം ധനം ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. ഏത് സമ്പാദ്യ പദ്ധതികളിലായിരുന്നാലും അതിൽ നിന്നെല്ലാം ധാരാളം ആദായം ലഭിക്കാം. സംരംഭകനാണെങ്കിൽ മികച്ച ഒരു ധനപരമായ നേട്ടവും ബിസിനസ്സിലുള്ള ഒരു വളർച്ചയും കാണുന്നുണ്ട്. സർക്കാരിൽ നിന്നും അനുകൂലമായ നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാകാം. ഏതെങ്കിലും തരത്തിൽ മുടങ്ങിക്കിടക്കുന്ന ചില പദ്ധതികളിൽ കൂടി ലഭിക്കേണ്ടിയിരുന്ന ധനം ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. മനസ്സമാധാനവും ഐശ്വര്യങ്ങളും ലഭിക്കാം. അതുപോലെ നിങ്ങൾക്ക് കുറച്ച് ഭൂമി അധികം ലഭിക്കുന്നതിനൊരു സാധ്യതയും കൂടി കാണുന്നുണ്ട്. ചിലർക്ക് ബഹുമതികളും അവാർഡുകളും ലഭിച്ചേക്കാം. അടുത്ത പൂരാടം നക്ഷത്രത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. 16 വയസ്സ് വരെയുള്ള പൂരാടം നക്ഷത്രക്കാർക്ക് ഒരുവിധം നല്ലൊരു കാലമാണ്. പല സമ്മാന പദ്ധതികളും അവർക്ക് ലഭ്യമാകാം. ആഭരണങ്ങളും അവർക്ക് ലഭിക്കാം. വിദ്യാഭ്യാസം സംബന്ധിച്ച ചില നേട്ടങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ചില രോഗങ്ങൾ ഉണ്ടാകാമെങ്കിലും അതൊന്നും വലിയ പ്രശ്നങ്ങളായിട്ട് കാണുന്നില്ല. സർക്കാരിൽ നിന്നും ചില ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം. ഇഷ്ടപ്പെട്ട വാഹനം കുടുംബത്തിൽ വന്നു ചേരുന്നതിന് ഒരു യോഗം കാണുന്നുണ്ട്. വീട് ലഭ്യമാകുന്നതിനൊരു യോഗമുണ്ട്. അച്ഛനും അമ്മയും കൂടി വഴക്കുകൂടി പിരിയുന്നതിനും ചില ബന്ധം വേർപെടുത്തി മാറി താമസിക്കുന്നതിനും ഒരു യോഗമുണ്ട്. ഈ സമയത്ത് സാധ്യത കാണുന്നുണ്ട്. 16 വയസ്സ് മുതൽ 22 വയസ്സ് വരെ ഉള്ളവർക്ക് പലതരത്തിലുള്ള ചില ദുഃഖങ്ങൾ വരുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ധനത്തിന് ബുദ്ധിമുട്ട് വരാം. സ്വന്തം നാട്ടിൽ നിന്നും അന്യനാട്ടിലേക്ക് മാറി താമസിക്കുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. വാഹന അപകടം ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വിദ്യാഭ്യാസത്തിന് ചില തടസ്സങ്ങൾ ഉണ്ടാകാമെങ്കിലും ചിലർക്ക് തുടർ വിദ്യാഭ്യാസം നേടുന്നതിനും സാധ്യതയുണ്ട്. കണ്ണിൻ്റെ കാഴ്ചശക്തിക്ക് ചില കുറവുകൾ വരാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ ആർക്കെങ്കിലും കോടതി കേസ് നടക്കുന്നുവെങ്കിൽ അത് പരാജയ സാധ്യതയാണ് കൂടുതലായി കാണുന്നത്. അത് മാത്രമല്ല, ഈ സമയം നിങ്ങൾ പുതിയ കേസൊക്കെ കൊടുക്കുന്നെങ്കിൽ അത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ചിലർ പഠിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് വനമേഖലയിൽ സഞ്ചരിക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട്. 22 വയസ്സ് മുതൽ 32 വയസ്സ് വരെയുള്ള പൂരാടം നക്ഷത്രക്കാർക്ക് മികച്ച വിദ്യാഭ്യാസം ഇതിൽ ചിലർക്ക് നേടുവാൻ സാധിക്കും. അവർക്ക് അതുപോലെ തന്നെ മികച്ച തൊഴിൽ സമ്പാദിക്കുന്നതിനും യോഗമുണ്ട്. ചിലർക്ക് തൊഴിലിൽ പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്തതിനാൽ നിലവിലുള്ള തൊഴിൽ ഉപേക്ഷിച്ച്
വേറെ തൊഴിൽ അവർക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നു. ഭൂമിയും വളർത്തുമൃഗങ്ങളും ലഭ്യമാകുന്ന ഒരു സമയമാണ്. വിവാഹം കഴിക്കുന്നതിനും സന്താന ഭാഗ്യം ഉണ്ടാകുന്നതിനും ഒരു യോഗമുണ്ട്. സർക്കാർ ജോലിക്ക് ഇവർക്ക് ഭാഗ്യം കാണുന്നുണ്ട്. ശത്രുവർദ്ധന കാണുന്നതിനാൽ ഈ സമയം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. വാഹനം വാങ്ങുന്നതിനുള്ള ഒരു യോഗം ഇവർക്കുണ്ട്. നാട്ടിൽ നിന്നും മാറി അകലെ താമസിക്കുന്നതിനും ഒരു യോഗമുണ്ട്. വീടുമായിട്ട് കുറച്ച് ബന്ധമില്ലാണ്ട് പിണങ്ങിയിട്ടല്ല, ജോലി സംബന്ധമായി മാറി താമസിക്കുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. രോഗങ്ങളുണ്ടെങ്കിൽ അതിനൊരു നിവൃത്തി ഉണ്ടാകുന്നു. 32 വയസ്സ് മുതൽ 39 വയസ്സ് വരെയുള്ള പൂരാട നക്ഷത്രക്കാർക്ക് ചിലർക്ക് അത്യാവശ്യമായി ചില സർജറികൾ വേണ്ടി വന്നേക്കാം. കേസുകളുണ്ടെങ്കിൽ വിജയം ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. ചതി, വഞ്ചന ഇവ ഏൽക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. തർക്കത്തിൽ ജയിച്ചതിനാൽ, അതായത് കോടതിയിൽ ഉള്ള കേസ് നിങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കിയാൽ ഭൂമിയോ പണമോ ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. തീപ്പൊള്ളൽ, ഇലക്ട്രിക് ഷോക്ക് എന്നിവ മൂലം പൊള്ളലേൽക്കാൻ സാധ്യത കാണുന്നുണ്ട്. വീട് നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കുന്നു. സൈന്യത്തിലാണ് തൊഴിലെങ്കിൽ യുദ്ധത്തിൽ ജയിക്കുവാൻ നിങ്ങൾക്ക് സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെ ഏൽപ്പിക്കുന്ന ആ കർമ്മം നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുന്നു. 39 വയസ്സ് മുതൽ 57 വയസ്സ് വരെ ഉള്ളവർക്ക് ചുരുക്കം ചിലർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുന്നതിനൊരു സാധ്യതയുണ്ട്. ചിലർക്ക് ശരീരത്തിന് ഒടിവ്, ചതവ് എന്നിവ സംഭവിക്കാനും സാധ്യത കാണുന്നുണ്ട്. ആയതിനാൽ വളരെ ശ്രദ്ധിക്കുക. ചിലർക്ക് അതുമൂലം ഒരു വികലാംഗത്വം വരുന്നതിനും ഒരു സാധ്യതയുണ്ട്. എന്തായാലും ഈ പ്രയാസങ്ങൾക്കിടയിലും സന്തോഷിക്കുവാൻ ഒരു സാധ്യത നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഭക്ഷ്യവിഷബാധ ഏൽക്കാണ്ട് ശ്രദ്ധിക്കേണ്ടതാണ്. വിഷവസ്തുക്കളുടെ ഉപദ്രവം ഉണ്ടായേക്കാം. ഇഷ്ടപ്പെട്ട വാഹനം സ്വന്തമാക്കുവാൻ സാധിക്കുന്നു. അതുപോലെ ജലാശയത്തിൽ ഇറങ്ങി കുളിക്കുമ്പോഴോ വിളയാടുമ്പോഴോ ഒക്കെ കുറച്ച് കരുതലോടെ വേണം ചെയ്യാൻ. ഈ സമയം ജലത്തിൽ വെച്ച് ഒരു അപകടം കാണുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ സുരക്ഷാ നടപടികൾ സ്വീകരിക്കുക. 57 വയസ്സ് മുതൽ 73 വയസ്സ് വരെയുള്ള പൂരാടം നക്ഷത്രക്കാർക്ക് ചെയ്തുകൊണ്ടിരുന്ന തൊഴിലിൽ നിന്നുള്ള വരുമാനം കുറഞ്ഞു തുടങ്ങുന്നതായിട്ടാണ് കാണുന്നത്. എങ്കിലും വേറെ സാമ്പത്തിക നേട്ടം പല വഴിക്കും ഇവർക്ക് ഉണ്ടാകുന്നു. മുൻകാലങ്ങളിലെ കഷ്ടതകൾക്ക് ഒരു ആശ്വാസം ലഭിക്കുന്നു. ധനനേട്ടവും ഐശ്വര്യങ്ങളും ലഭിക്കുന്നു. മദ്യപാനത്തിനും മറ്റു ലഹരികൾക്കും അടിമയാകാനുള്ള സാധ്യത കാണുന്നതിനാൽ ജീവിതം തകരാറ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ജീവിതത്തിൽ തകർച്ചയുണ്ടാകും. ആത്മീയതയിലേക്ക് തിരിയുന്നത് നല്ലതായിരിക്കും ഈ സമയം. ചിലർക്ക് അംഗീകാരങ്ങളും ബഹുമതികളൊക്കെ കിട്ടുന്നതിന് ഒരു സാധ്യതയുണ്ട്. വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിന് ഒരു യോഗം കാണുന്നുണ്ട്. 73 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് ചിലർക്ക് വാതരോഗം വരുന്നതിനൊരു സാധ്യതയുണ്ട്. സ്വന്തം വീട്ടിൽ നിന്നും മാറി താമസിക്കാം. പാപകർമ്മങ്ങൾ ചെയ്യരുത്. അത് കൂടുതൽ ദുരിതത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്നതാണ്. അശുഭകരമായ സ്വപ്നങ്ങൾ അടിക്കടി നിങ്ങൾ കാണേണ്ടി വരും. സ്വപ്നം വിശകലനം പഠിച്ചിട്ടുള്ള ഒരു ജ്യോതിഷ പണ്ഡിതനെ സമീപിച്ച് അത് എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ചിലർക്ക് വിദേശവാസം കാണുന്നു. ചിലർക്ക് വളരെ ഗുണകരമായ ഒരു കാലമാണ്. വ്യവസായം, വ്യാപാരികൾക്കൊക്കെ നല്ലൊരു സമയമാണ്. ധാരാളം ധനം വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ഉത്രാടം നക്ഷത്രക്കാർക്കുള്ള ഫലങ്ങളാണ് അടുത്ത് പറയുന്നത്. 5 വയസ്സ് വരെയുള്ള ഉത്രാടം നക്ഷത്രക്കാർക്ക് അവർക്ക് ഈ കാലം അത്ര ഒരു സുഖകരമല്ല എന്നാണ് കാണുന്നത്. ചിലർക്കാണ് രോഗങ്ങളും അരിഷ്ടതകളും വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. സ്വജനങ്ങളുമായി അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവരുമായി ഒരു വിരോധത്തിൽ വരുന്നതിനും ഒരു സാധ്യതയുണ്ട്. അതുപോലെ ഈ കുട്ടിക്ക് മുറിവുകൾ, വ്രണം എന്നിവ വരുന്നതിനും ഉദര സംബന്ധമായ ചില രോഗങ്ങൾ വരുന്നതിനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇതൊക്കെ ആണെങ്കിൽ തന്നെയും വിദ്യാഭ്യാസം മുടക്കമില്ലാതെ അവർക്ക് സ്കൂളിലൊക്കെ ചേർന്ന് പഠിക്കുന്നതിന് സാധിക്കുന്നു. അതിനൊന്നും ഒരു മുടക്കം വരുന്നില്ല. 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള ഉത്രാടം നക്ഷത്രക്കാർക്ക് ഒരുവിധം ഉപദ്രവങ്ങൾ കുറഞ്ഞു വരുന്ന ഒരു സമയമാണ്. കുടുംബത്തിൽ വസ്തുവകകളോ വീടോ ലഭ്യമാകാം. വിദ്യാഭ്യാസത്തിന് ഈ സമയത്തും ഇവർക്ക് തടസ്സമൊന്നും കാണുന്നില്ല. ചിലർക്ക് കുടുംബത്തിൽ സാമ്പത്തിക പ്രശ്നം ഉണ്ടാകുന്നതിനൊരു സാധ്യതയുണ്ടെങ്കിലും കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നു.
കഫത്തിൻ്റെ ദോഷം മൂലം ഉള്ള അസുഖങ്ങൾ വരാം. അതും വരാം. നീരിളക്കം പോലുള്ളവ വരുന്നതിന് ഒരു സാധ്യതയുണ്ട്. എന്നിരുന്നാൽ തന്നെ കുടുംബത്തിൽ അല്പമായി സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ട നിലയിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. 15 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ള കാലത്ത് ചിലർക്ക് ഒരു സർജറി വേണ്ടി വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ചില രോഗങ്ങൾ വന്നേക്കാം. കൂട്ടുകെട്ട് മോശമാണെങ്കിൽ ചില കേസിൽ പെടാൻ സാധ്യതയുള്ളതിനാൽ ഈ സമയം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ്. ഇവർക്ക് വിദ്യാഭ്യാസം തന്നെ ഇങ്ങനെ കൂട്ടുകെട്ട് മോശമായി എന്തെങ്കിലും ബിരുദമായ പ്രവൃത്തികളുണ്ടെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം നിന്നു പോകുന്നതിനും സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നീട് കൂട്ടുകെട്ട് നിമിത്തം കുടുംബത്തിൽ തന്നെ ഒരു അസ്വസ്ഥതയും ഒരു മോശാവസ്ഥയും കുടുംബത്തിൽ വരാനും ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. ഇവർ മോശവും നീചവുമായ പ്രവൃത്തികൾ നടത്തുന്നവരോട് കൂട്ട് കെട്ടിക്കൊണ്ടേ ഇരിക്കും ഇങ്ങനെയുള്ള ആൾക്കാർ. അതുകൊണ്ട് അവരെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ കൗൺസിലിംഗ് നടത്തിയൊറ്റ മാറ്റാൻ ശ്രമിക്കുക. എന്നാൽ ചിലർ പഠിച്ച് ഉന്നതങ്ങളിൽ എത്തിച്ചേരുവാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ ബിസിനസ് രംഗത്തും അല്ലെങ്കിൽ നേതൃത്വ രംഗത്ത്, അതായത് പൊതുപ്രവർത്തന രംഗത്തൊക്കെ അവർക്ക് വളരെയധികം ഉയർച്ച ഉണ്ടാക്കുവാൻ അവർക്ക് സാധിക്കുന്നു. ഭരണപരമായ ചുക്കാൻ പിടിക്കാൻ ഈ സമയം അവർക്ക് ഒരു യോഗം അവർക്ക് ഭവിച്ചിരിക്കുന്നു. 21 വയസ്സ് മുതൽ 39 വയസ്സ് വരെയുള്ള കാലത്ത് വിദ്യാഭ്യാസം തുടർന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. കുടുംബത്തിൽ ചില സാമ്പത്തിക പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാകാം എങ്കിലും അത് പിന്നീട് അത് പരിഹരിക്കപ്പെടുന്നു. ചിലർക്ക് മികച്ച വിദ്യാഭ്യാസം നേടാനും അതുവഴി ഉയർന്ന തസ്തികയിലേക്ക് ജോലി നോക്കാനും സാധിക്കുന്നു. ചിലർക്ക് മാനസിക സംഘർഷം ഉണ്ടായേക്കാം. ചിലർ ഗവേഷണ രംഗത്തേക്ക് പ്രവേശിക്കുന്നതിനും അതുവഴി ധാരാളം നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനും സാധിക്കുന്നു. സർക്കാരിൽ അവർക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുന്നതിന് അവരുടെ കണ്ടുപിടുത്തങ്ങൾക്ക് സർക്കാരിൽ നിന്ന് വളരെയധികം ധനസഹായങ്ങൾ അവർക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. ചിലർക്ക് ചില രോഗങ്ങൾ വരുന്നതിനുള്ള സാധ്യത ഉണ്ടെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും ഈ സമയം കാണുന്നില്ല. പല ഗുണാനുഭവങ്ങളും ഉണ്ടാകാം. കള്ളന്മാരിൽ നിന്നും ചില ഉപദ്രവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനാൽ നിങ്ങളുടെ വിലയേറിയ രേഖകൾ സൂക്ഷിക്കുക. 39 വയസ്സ് മുതൽ 55 വയസ്സ് വരെയുള്ള ഉത്രാടം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും, ഐശ്വര്യം മെച്ചപ്പെടും, കുടുംബത്തിൽ മനസമാധാനം ഉണ്ടാകും. പല സന്തോഷകരമായ അനുഭവങ്ങളും ഈ സമയത്ത് നിങ്ങൾക്കുണ്ടാകാം. സർക്കാരിൽ നിന്നും ഗുണകരമായ പല നേട്ടങ്ങളും കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നു. തൊഴിൽ സംബന്ധമായ പുരോഗതി ഉണ്ടാകും. അതേപോലെ തന്നെ സാമ്പത്തിക സ്ഥിതിയും വളരെയധികം മെച്ചപ്പെടും. സമ്പാദ്യങ്ങളും ഉണ്ടാക്കുവാൻ സാധിക്കുന്നു. ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ കാലം വളരെ നല്ല രീതിയിൽ ധനം സമ്പാദിക്കാൻ പറ്റിയ ഒരു കാലഘട്ടമാണ്. ശത്രുക്കളെയും അസൂയാലുക്കളെയും പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അവർക്ക് സാമ്പത്തിക ഗുണം നിങ്ങളെ ഉപദ്രവിച്ചാൽ കിട്ടൂലെങ്കിലും നിങ്ങളുടെ അധപ്പതനമാണ് അവർ ലക്ഷ്യമിടുന്നത്. വലിയ കഷ്ടതകളും ദുഃഖങ്ങളും ഒന്നുമില്ലാതെ പോകുന്നു. 55 വയസ്സ് മുതൽ 74 വയസ്സ് വരെയുള്ള ഉത്രാടം നക്ഷത്രക്കാർക്ക് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ്. അപമാനം വന്നേക്കാം, മാനഹാനി ഉണ്ടാകാം, ഈ ചെയ്യാത്ത തെറ്റിന് പഴി കേൾക്കേണ്ടതായിട്ട് വരാം. അപ്പോൾ കുറച്ചൊന്ന് ജാഗ്രത പാലിക്കുക. അതുപോലെ തന്നെ ഇണയുടെ വേർപാടും ഒരു ദുഃഖമുണ്ടാക്കാം. ഈ സമയത്ത് നിങ്ങളൊരു സംരംഭം തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വളരെ ആലോചിച്ച് അനുഭവ സമ്പത്ത് ഉള്ളവരുമായിട്ട് സംവാദം നടത്തിയിട്ട് വേണം നിങ്ങൾ ഈ പ്രവൃത്തിയിലേക്ക് ഇറങ്ങാൻ. അല്ലെങ്കിൽ ഭയങ്കരമായ സാമ്പത്തിക നഷ്ടം വരുന്നതിന് സാധ്യതയുണ്ട്. പ്രോത്സാഹിപ്പിക്കുവാൻ ആളുകൾ ഉണ്ടാകാം. അവരൊന്നും നിങ്ങളെ രക്ഷിക്കുവാനായിട്ട് വരില്ല. ആരോഗ്യം വളരെ തൃപ്തികരമായിരിക്കും. സമൂഹത്തിൽ ഉന്നത സ്ഥാനം ലഭിക്കുവാനും നേതൃത്വ നിലയിൽ വരുന്നതിനും നിങ്ങൾക്ക് യോഗമുണ്ട്. 74 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടന്നു കിട്ടാം. ചെറിയ രോഗപീഠകളൊക്കെ ഉണ്ടാകാം എങ്കിലും വലിയ പ്രശ്നങ്ങൾ കാണുന്നില്ല. ധനത്തിനും ധാന്യത്തിനും ഐശ്വര്യത്തിനും ഒന്നും ഒരു കുറവ് വരുന്നില്ല. കലാസാഹിത്യക്കാർക്കാണെങ്കിൽ അവരുടെ കഴിവുകൾ തെളിയിച്ചത് മൂലം പല ഗുണകരമായ നേട്ടങ്ങളും അവർക്ക് ലഭിക്കുന്നു. തൻ്റെ പ്രിയപ്പെട്ട വാഹനം, ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഒരു നല്ല അവർക്ക് ഒരു വാഹനം സ്വന്തം, അതിനൊക്കെ അവർക്ക് സാധിക്കുന്നു. പൊതുവെ ഒരു നല്ല കാലമാണ്. ഇവിടെ പ്രവചിച്ചതെല്ലാം തന്നെയും സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമാണ്. നിങ്ങൾക്കുള്ള ജാതകപരമായോ പൂജാപരമായോ മുഹൂർത്തപരമായോ വാസ്തുപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്.
ഈ വരുന്ന മിഥുന മാസത്തിൽ നിങ്ങൾക്ക് സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.